ഈ കേരളത്തിൽ മുഖ്യമന്ത്രി ചർച്ചകളെല്ലാം പൊടിപൊടിക്കുമ്പോൾ കേരളത്തിലാകെ ഉയർന്നു നിന്ന ഒരു ഉപമുഖ്യമന്ത്രി ചർച്ച ഇപ്പോൾ എന്തേ കേൾക്കാത്തത് എന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയോടൊപ്പം ഉപമുഖ്യമന്ത്രിയായി തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന കേരളം ഹൃദയമുദ്ര ചാർത്തിയ നേതാവിനെ അംഗീകരിച്ച് ആ സ്ഥാനം നൽകിയേ മതിയാവും. ഇത്രയുമൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വളരെ കടുത്ത ഒരു സംഘടനാ പ്രവർത്തനവും അല്ലെങ്കിൽ നിലപാടുകളുമായി യു ഡി എഫിനോടൊപ്പം ഉറച്ചു നിൽക്കുകയും വേണമെങ്കിൽ എൽ ഡി എഫിലേക്ക് പോകാൻ നിരവധി അവസരങ്ങളുണ്ടായിട്ടും തങ്ങൾ യു ഡി എഫ് ചേരിയിലാണ് എന്ന് ഉറച്ച നിലപാട് സ്വീകരിച്ചു നിന്ന രണ്ടുപേരാണ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും. മുസ്ലിം ലീഗ് എല്ലാവരും പറഞ്ഞു 10 വർഷം പ്രതിപക്ഷത്താവുമ്പോഴേക്ക് അവർ ഭരണപക്ഷത്തേക്ക് ചാടിക്കയറിക്കളയും, ഇതെല്ലാം കളഞ്ഞിട്ട് പോകും, അവർക്ക് അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അധികാരമില്ലാതെ ആ അധികാരമില്ലെങ്കിലും സേവനങ്ങൾ കൊണ്ട് നിറഞ്ഞ് ജീവിക്കാം, നിറഞ്ഞ് പൊതുരംഗത്ത് നിൽക്കാമെന്ന് കാണിച്ചു മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തകർ. അതാണ് അവരുടെ ആസ്ഥാന മന്ദിര നിർമ്മാണത്തിൻ്റെ സാമ്പത്തിക സഹകരണവും അതോടൊപ്പം തന്നെ വയനാട്ടിലെ പുനരധിവാസത്തിൽ ആ ജനങ്ങൾ നൽകിയ പിന്തുണയും ആ പ്രവർത്തനങ്ങളിലൊക്കെ ആകെ കണ്ടതുമെല്ലാം പിന്നെ CH സെൻ്ററുകളിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടുകൊണ്ടിരിക്കുന്നതും ബൈത്തുർ റഹ്മയിലൂടെ കേരളം അറിഞ്ഞതുമെല്ലാം അധികാരത്തിനപ്പുറത്ത് ചില ബോധ്യങ്ങളുടെ സന്ദേശം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കുണ്ട് എന്നുള്ളതാണ്. ആ ഉറച്ച തീരുമാനത്തിൽ ഉറച്ചു നിന്ന് തിളക്കമാർന്ന ഈ വിജയം കിട്ടിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് പലവട്ടം ഒരുപാട് നേതാക്കളുമായി ചർച്ച നടത്തി പ്രഖ്യാപിച്ച വി ഡി സതീശൻ എന്ന കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രിയുടെ ആ തീരുമാനത്തിൻ്റെ ഒരു സ്രോതസ്സായി മുസ്ലിം ലീഗിനെയും പാണക്കാടിനെയും ഒക്കെ ചിത്രീകരിച്ച് കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് തന്നെ 5ഓളം വിദ്വേഷ പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറച്ച് മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും കൂടി ഭരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള നെറേറ്റീവുകൾ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പി കെ കുഞ്ഞാലിക്കുട്ടിയെപ്പോലെ കേരളം കണ്ട സർവകാല റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ഒരു നാട് ഒന്നാകെ ചേർന്ന് വിജയിപ്പിച്ച, ആരോട് ചോദിച്ചാലും മതേതരത്വ ഭാവത്തിനോ സമഭാവനയ്ക്കോ ഇടപെടലുകൾക്കോ മറിച്ചൊരു വാക്ക് പോലും മറിച്ചൊരു അഭിപ്രായം പോലും ഇല്ലാത്ത ഒരു നേതാവിനെ ആവശ്യപ്പെടാതെ ചോദിക്കാതെ അങ്ങോട്ട് നൽകേണ്ട അനിവാര്യമായ സ്ഥാനമാണ് ഉപമുഖ്യമന്ത്രി എന്ന സ്ഥാനം. ഈ തർക്കങ്ങളൊക്കെ വന്നപ്പോൾ എന്നോട് ഒരുപാട് പേര് തമാശയ്ക്കാണെങ്കിലും ചോദിച്ചു, നമുക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി സാറിനെ അങ്ങ് മുഖ്യമന്ത്രിയാക്കിയാലോ എന്ന്. അതൊന്നും മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരല്ല. എന്നിട്ട് അവർ തന്നെ അതിൻ്റെ അടിക്കുറിപ്പായിട്ട് ഞാൻ ചിരിച്ചപ്പോൾ പറയുന്നത്, അല്ല സാറേ, അദ്ദേഹം അതിന് പ്രാപ്തനാ എന്നുള്ള രീതിയിലാണ്. അദ്ദേഹത്തിനോടൊപ്പം സഹകരിക്കുന്നവർക്കും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുള്ളവർക്കും എല്ലാം ഈ പറഞ്ഞതുപോലെ ആ മനുഷ്യൻ്റെ ഒരു സവിശേഷമായ പ്രത്യേകത അറിയാവുന്നതാണ്. അപ്പോൾ ആ ചർച്ച ഇപ്പോൾ അങ്ങ് അവസാനിപ്പിച്ചു. മുസ്ലിം ലീഗിനും മുസ്ലിങ്ങൾക്കും എന്തോ കനത്തത് കിട്ടാൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കി ഈ കാര്യങ്ങളെ ആകെ ടോർപിഡോ ചെയ്ത് പ്രതിരോധത്തിലാക്കാനുള്ള ഗൂഢമായ ഒരു സാമൂഹ്യ മാധ്യമ തന്ത്രം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ ആദരവ് പിടിച്ചുപറ്റിയ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ സമാനതകളില്ലാത്ത റെക്കോർഡുകൾ എല്ലാ അർത്ഥത്തിലുമുള്ള അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. അത് വൈകിക്കൂടാ. പിന്നീട് അത് ചർച്ച ചെയ്യുമ്പോഴേക്കും പിന്നെ അത് പ്രീണനമാകും, പിടിച്ചു വാങ്ങലാകും, ഒന്നും പാടില്ല. ഈ ഘട്ടത്തിൽ തന്നെ അത് സംസാരിച്ച് അദ്ദേഹത്തിന് അത് നൽകേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ ഉറച്ച നിലപാട് സ്വീകരിച്ച് അക്കാര്യത്തിൽ അദ്ദേഹത്തിനെ ഡെപ്യൂട്ടി CM ആക്കുന്ന കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം. പാർട്ടിയും അതുപോലെ തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.